പാർവതീദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് നവരാത്രിയുടെ 2ാം ദിനം ആരാധിക്കുന്നത്. ദുർഗാസങ്കല്പത്തിൽ 2ാമത്തെ ഭാവമാണിത്. അറിവിന്റെ മൂർത്തിഭാവമായ ബ്രഹ്മചാരിണി ദേവി കുജദോഷം, മംഗല്യ തടസ്സം എന്നിവ നീക്കും. ഭക്തമനസ്സിലെ വിഷമതകളും നീക്കി ദേവി ആത്മവിശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. മുല്ലപ്പൂക്കളോടാണ് ദേവിക്ക് പ്രിയം. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവഭഗ്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതിനാലാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചത്. കമണ്ഡലവും രുദ്രാക്ഷമാലയുമാണ് കയ്യിലേന്തിയിട്ടുള്ളത്. ശുഭവസ്ത്രധാരിയാണ്. ഇല പോലും ഭക്ഷിക്കാതെ തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന പേരുമുണ്ട്. പരമേശ്വര പ്രാപ്തിക്കായി തപസ് ചെയ്ത പാർവതീ ദേവിയുടെ ബ്രഹ്മചര്യകാലത്തെ സുന്ദര രൂപമാണിത്. എത്ര എഴുതിയാലും മാർക്ക് കിട്ടാതിരിക്കുക, ഏകാഗ്രത ലഭിക്കാതിരിക്കുക, പരീക്ഷാ പേടി, പരിഭ്രമം മുതലായ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഈ 2ാം ദിവസത്തെ ദേവി ഉപാസനയെന്ന് പഴമക്കാർ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ആയുധമായ നെടുവടിയാണ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ദക്ഷയുടെ മകൾ സതീദേവിയുടെ പുനർജന്മം ആവർത്തിച്ചുള്ള നിരാകരണങ്ങൾക്ക് ശേഷവും അവൾ തന്റെ ഭക്തിയെക്കുറിച്ച് ശിവനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശൈലപുത്രിയുടെ അടക്കാനാവാത്ത ഊർജത്തിൽ നിന്ന് ബ്രഹ്മചാരിണിയുടെ പക്വതയിലേക്കുള്ള മാറ്റം നമുക്ക് കാണുവാൻ കഴിയും.